നമസ്കാരം. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോടുകാരനായ ഡ്രൈവർ അർജുനെയും അദ്ദേഹത്തിൻ്റെ ലോറിയെയും കാണാതായിട്ട് ഇന്ന് 22 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് ഉൾക്കടലിൽ, അതായത് തീരത്തുനിന്ന് 60 കിലോമീറ്ററിനകലെ കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന് മത്സ്യത്തൊഴിലാളികൾ ലോറി ഉടമയായ മനാഫിനെയും മറ്റും വിളിച്ചറിയിച്ചിട്ടുണ്ട്, പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൃതദേഹത്തിൻ്റെ കാലിൽ വല കുടുങ്ങിയ നിലയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലോറി ഡ്രൈവർ മനാഫ് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമല്ല, ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി അതേക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അതേക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വർഗീയവാദിയായി, പിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തലായി, പിന്നെ സൈബർ അറ്റാക്കായി. എന്തിനാണ്, നമുക്ക് പറയേണ്ട കാര്യത്തിലേക്ക് വരാം. ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് ഈ ഒരു മൃതദേഹം ഒഴുകി നടക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ, അതായത് മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചപ്പോൾ തന്നെ കർണാടക ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഹംസ ഇതേ കാര്യം പറഞ്ഞു. അത് അർജുൻ്റെ മൃതദേഹമല്ല എന്നുള്ള ഒരു പ്രസ്താവന ഹംസ നടത്തുകയുണ്ടായി. എങ്ങനെയാണ് ഈ DNA ടെസ്റ്റ് പോലും നടക്കാതെ, DNA പരിശോധന പോലും നടക്കാതെ ഒഴുകി നടക്കുന്ന മൃതദേഹം കരയിലെത്തിച്ച് അതിലെന്തൊക്കെയാണ് അതായത് വസ്ത്രങ്ങൾ പോലും മൃതദേഹത്തിലുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് അർജുൻ്റേതാണോ എന്നൊന്നും അറിയാതെ എങ്ങനെയാണ് ഈ മനാഫും അതുപോലെ ഈ ഹംസയും ഒക്കെ ഇത് അർജുൻ്റെ മൃതദേഹമല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞത് എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ അർജുൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകണേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം മനാഫ് അത് പറഞ്ഞത്. ഇനി അതേക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും ഞാൻ ആളല്ല, അതേക്കുറിച്ച് പറയാൻ താല്പര്യവുമില്ല. എന്തായാലും മനാഫ് കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടുതൽ, അതായത് ഈ മൃതദേഹത്തെ തൊടുകയോ അല്ലെങ്കിൽ അതിനെ വലിച്ചു കൊണ്ടുവരികയോ ഒന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്തു എന്നാണ് മനാഫ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മറന്നുപോയ ചില ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തേണ്ടതുണ്ട്. കാരണം ഷിരൂരിലെ മണ്ണിടിച്ചിലിനു ശേഷം വയനാട്ടിൽ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി. മാധ്യമങ്ങളും അതുപോലെ ജനശ്രദ്ധയുമെല്ലാം അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഈ ഷിരൂരുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാതെ വയ്യ. മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണെങ്കിലും ഒരുപാട് പരിഹാസങ്ങളും ഭീഷണികളും ഒക്കെ നേരിട്ട ചോദ്യങ്ങളാണെങ്കിലും ആ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആ ചോദ്യങ്ങൾ ആവർത്തിച്ചാലേ അത് നമ്മുടെ സമൂഹത്തിനിടയിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുകയുള്ളൂ. കുറച്ച് പേരെങ്കിലും ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയുള്ളൂ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എന്നായാലും കിട്ടിയേ മതിയാകൂ. അങ്ങനെ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലെങ്കിൽ പോലും അത് അങ്ങനെ കിട്ടിയേ മതിയാകൂ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അർജുൻ ഓടിച്ചിരുന്ന ലോറിയിലെ 4 കഷണം തടി 12 കിലോമീറ്റർ അകലെ നിന്ന് 4 കഷണം തടി കിട്ടിയെന്നാണ് അന്ന് മനാഫ് പറഞ്ഞത്. അവിടെയുള്ള ഒഴുകിയെത്തിയ തടി അവിടെയുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് തടഞ്ഞു വെച്ചു. ആ 4 കഷണം തടിയാണ് കിട്ടിയത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 28 ടണ്ണോളം ശേഷിയുള്ള ഒരു വാഹനമാണ് മനാഫിൻ്റെ ലോറി, അതായത് അർജുൻ ഓടിച്ചിരുന്ന ലോറി. ആ ലോറിയിൽ 28 ടൺ തടിയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ 4 കഷണം മാത്രം കിട്ടിയത്? അതിൻ്റെ ബാക്കി ഒരു കഷണം തടി പോലും പിന്നെ ഒരിടത്തും അടിഞ്ഞതായോ അല്ലെങ്കിൽ ഒഴുകി എത്തിയതായോ ഒന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് ചോദിച്ച എനിക്ക് പ്രസക്തമെന്ന് തോന്നുന്ന 3 ചോദ്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു. ഈ വാഹനത്തിൽ നിന്ന് തടി കയറ്റിയത് എവിടെ നിന്നാണ്? ഈ വാഹനം ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് ഷിരൂരിൽ അപകടം നടന്ന സ്ഥലത്തെത്തിയത്? ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന തടി എവിടെയാണ് അൺലോഡ് ചെയ്യേണ്ടത്? ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ അന്ന് ഞാൻ പലതവണ ഉന്നയിച്ചിരുന്നു. ഞാൻ മാത്രമല്ല, പല ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ചിലർ, ഒരു പ്രത്യേക വിഭാഗക്കാർ, അവരെ പ്രത്യേക നാമധാരികൾ, അവരൊക്കെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളും അതുപോലെ ഭീഷണികളുമൊക്കെയാണ് ഈ ചോദ്യങ്ങൾ ഉയർത്തിയതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്നത്. എങ്കിലും ചോദിക്കാതെ വയ്യ. കാരണം ഷിരൂരിൽ അർജുൻ്റെ ശരീരം കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ, ആ ഒരു തെരച്ചിൽ ഫലം കാണുന്നതിന് മുൻപ് തന്നെ വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായി. ശ്രദ്ധ സ്വാഭാവികമായും അങ്ങോട്ടേക്കായി. എങ്കിലും അർജുനെ എവിടെയെങ്കിലും കണ്ടുകിട്ടണേ, അല്ലെങ്കിൽ അർജുൻ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയില്ലെങ്കിൽ പോലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. കാരണം എവിടെയെങ്കിലും, നമ്മൾ ലോകത്ത് മുമ്പ് പലയിടങ്ങളിലും ഇത്തരം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുള്ളപ്പോൾ അർജുനെ എങ്ങനെയെങ്കിലും കണ്ടുകിട്ടണേ, അദ്ദേഹം എവിടെയെങ്കിലും ജീവനോടെ ഒഴുകിയെത്തിയെങ്കിലും എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഇതുവരെ. അപ്പോഴാണ് ഇന്ന് ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു മൃതദേഹം ഒഴുകി നടക്കുന്നു, പുറംകടലിൽ ഒഴുകി നടക്കുന്നു എന്നുള്ള ഒരു വിവരമൊക്കെ പുറത്തു വന്നത്. പിന്നെ ഒരു ആശ്വാസം, അർജുൻ്റെ ഭാര്യയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ജോലി കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. ഒരു ജോലി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം വന്നിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ വേദന അവർക്ക് മാത്രമേ അറിയൂ. കാരണം നമ്മൾ ഒരാൾ മരണപ്പെട്ടു പോയാൽ, അത് അപകടത്തിലായാലും രോഗം വന്നായാലും, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ നമുക്കൊരു 2-3 ദിവസത്തെ ഒരു വിഷമമോ മറ്റോ കാണുകയുള്ളൂ. അത് അങ്ങനെയാണ്. നിങ്ങൾ എത്ര എതിർത്താലും അത് അങ്ങനെ തന്നെയാണ്. കാരണം മറവിയില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ലല്ലോ. അതുപോലെ കുറച്ച്
ദിവസങ്ങൾ മാത്രം ഈ മരണത്തിൻ്റെ ആഘാതം ഉണ്ടാകും. അത് നമ്മുടെ സുഹൃത്തുക്കൾക്കായിരുന്നാലും അതുപോലെ. പക്ഷേ ഈ വീട്ടുകാർക്ക്, ഈ മരണപ്പെട്ട ആളിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വീട്ടുകാർക്കുള്ള ആഘാതം വളരെ വലുതായിരിക്കും. പക്ഷേ ആ ഒരു ആഘാതത്തിനിടയിലും ആ കുടുംബത്തിനൊരു തുണയായി ഈ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ജോലി കിട്ടുന്നത് തീർത്തും ആശ്വാസകരമാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ആരും ചോദിക്കുന്നില്ല. അർജുനെക്കുറിച്ചുള്ള വാർത്തകളും നിശബ്ദമാണ്. ഷിരൂരിൽ ചെന്ന് തമ്പടിച്ച് കിടന്ന് ഈ അർജുൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത മലയാളത്തിലെ പല മുൻനിര മാധ്യമങ്ങളും ഇപ്പോൾ അർജുനെക്കുറിച്ച് മിണ്ടുന്നേയില്ല. അവരുടെ എല്ലാം ശ്രദ്ധ വയനാട്ടിലേക്കാണ്. സ്വാഭാവികമായും അങ്ങനെയാണ്. അവർ പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിലും റേറ്റിംഗ് കൂട്ടുന്നതിലുമാണല്ലോ അവർക്ക് താല്പര്യം. കാരണം സാമൂഹികമായോ പൊതുജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയൊന്നും പലർക്കുമില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എങ്കിലും ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. ആ 3 ചോദ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ 3 ചോദ്യങ്ങൾ, ഈ ലോറിയിൽ എവിടെ നിന്നാണ് തടി ലോഡ് ചെയ്തത്, എവിടെ അൺലോഡ് ചെയ്യുന്നു, എത്ര ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് ഈ വാഹനം അപകടം നടന്ന സ്ഥലത്തെത്തിയത് എന്നുള്ളതോടൊപ്പം തന്നെ ഇന്ന് ഈ മൃതദേഹം ഒഴുകി നടക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ കർണാടക ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഹംസ പറയുകയുണ്ടായി. അദ്ദേഹം ആ മൃതദേഹം കാണുന്നതിന് മുൻപ് തന്നെ പറയുകയുണ്ടായി അതിന് ആ മൃതദേഹത്തിന് അത്രയും പഴക്കമൊന്നുമില്ല എന്നുള്ള കാര്യം. എന്തായാലും ഇതൊക്കെ ഒരു സംശയങ്ങളായി അവശേഷിക്കാതിരിക്കട്ടെ, ഉത്തരങ്ങൾ കിട്ടട്ടെ. വീണ്ടും കാണാം.